കേരള കഫേ UK ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. UK നിന്നുള്ള ഇന്നത്തെ വാർത്താ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ഓടിച്ചു നോക്കിയാൽ. ആദ്യത്തെ വിശേഷം എന്ന് പറയുന്നത് സ്കൂളിൽ നിന്നുമാണ്. വിദ്യാർത്ഥികളുടെ ക്രൂരമായ പെരുമാറ്റത്തെ തുടർന്ന് ഇപ്സ്വിച്ചിലെ വെസ്റ്റ് ബോൺ അക്കാഡമിയിലെ 50 ടീച്ചേഴ്സ് സമരത്തിനിറങ്ങിയിരിക്കുകയാണ്. ഈ ആഴ്ചയിൽ 2 ദിവസം പണിമുടക്കിയ ടീച്ചേഴ്സ് അടുത്ത ആഴ്ചയിൽ 2 ദിവസം കൂടെ പണിമുടക്കുന്നതാണ്. ഈ സ്കൂളിലെ അധ്യാപകർക്ക് നേരെ കസേരയും കത്രികയും വരെ വിദ്യാർത്ഥികൾ വലിച്ചെറിയുന്നുണ്ടെന്ന് സ്കൂളിലെ സയൻസ് ടീച്ചറായ സോഫി വാൾക്കർ പറഞ്ഞു. ചില വിദ്യാർത്ഥികൾ ക്ലാസുകൾ അറ്റൻഡ് ചെയ്യാൻ മടിക്കുകയും കൂടാതെ മറ്റ് ക്ലാസുകളെയും പരീക്ഷകൾ പോലും തടസ്സപ്പെടുത്തുന്നുണ്ടെന്നും ടീച്ചേഴ്സ് പറഞ്ഞു. പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഇപ്പോഴും ആ സ്കൂളിൽ ഉള്ളത് കാരണമാണ് തങ്ങൾ അധ്യാപനം എന്ന ജോലി തുടരുന്നതെന്ന് പണിമുടക്ക് നടത്തുന്ന നാഷണൽ എഡ്യൂക്കേഷൻ യൂണിയന്റെ ടീച്ചേഴ്സ് പറഞ്ഞു. 30-40 പേരടങ്ങുന്ന ഗ്രൂപ്പുകളായി ഈ വിദ്യാർത്ഥികൾ വരാന്തയിൽ അഴിഞ്ഞാടുകയാണെന്നാണ് ടീച്ചേഴ്സ് പറയുന്നത്. ക്ലാസ് റൂമുകളുടെ വാതിലുകൾ ചവിട്ടിപ്പൊളിക്കുകയും ക്ലാസ് റൂമിനുള്ളിലേക്ക് വെള്ളക്കുപ്പികൾ വലിച്ചെറിയുകയും എക്സാം ഹാളുകളിൽ കയറി അലറി വിളിക്കുകയുമൊക്കെ ചെയ്യുന്നതാണ് ഈ കൂട്ടരുടെ പരിപാടി എന്നാണ് ടീച്ചേഴ്സ് പറയുന്നത്. അധ്യാപകരുടെ മെന്റൽ ഹെൽത്തിനെ ബാധിക്കുന്ന ഇത്തരത്തിലുള്ള സ്റ്റുഡൻസിന്റെ പെരുമാറ്റങ്ങളിൽ മാറ്റം വരുത്താനായിട്ട് പ്രിൻസിപ്പലിനും സ്കൂൾ ട്രസ്റ്റിനും സാധിക്കുന്നില്ലെന്ന് പണിമുടക്കുന്ന ടീച്ചേഴ്സ് പറഞ്ഞു. വിദ്യാർത്ഥികളുടെ മോശം പെരുമാറ്റത്തിന് തടയിടാൻ വിദ്യാഭ്യാസ വകുപ്പ് പ്രതിജ്ഞാബദ്ധരാണെന്നും സ്കൂളിന്റെ നിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി കൂടുതൽ റീജിയണൽ ഇംപ്രൂവ്മെന്റ് ടീംസ് സ്കൂളുമായി സഹകരിച്ച് പ്രവർത്തിക്കുമെന്നും വിദ്യാഭ്യാസ വകുപ്പ് പറഞ്ഞു. UK ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട വാർത്തയാണ് അടുത്തത്. UK ആസ്ഥാനമായി മാധ്യമപ്രവർത്തനം നടത്തുന്ന ജേർണലിസ്റ്റിനെ ആക്രമിക്കാൻ പ്ലാൻ ചെയ്ത 3 ഇറാനിയൻ പൗരന്മാരെ UK പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി. ലണ്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്വതന്ത്ര മാധ്യമ സംഘടനയായ ഇറാൻ ഇന്റർനാഷണലിൽ പ്രവർത്തിക്കുന്ന മാധ്യമപ്രവർത്തകരെ ആക്രമിക്കാൻ പദ്ധതിയിട്ടു എന്നതിന്റെ പേരിലായിരുന്നു കഴിഞ്ഞയാഴ്ച ഇവരെ അറസ്റ്റ് ചെയ്തിരുന്നത്. ഈ 3 ഇറാൻ ചാരന്മാരും അഭയാർത്ഥി വിസയിൽ UK കഴിയുന്നവരാണ്. ഇതിൽ 2 പേർ ഇംഗ്ലീഷ് ചാനൽ കടന്ന് ബോട്ടിലൂടെയും ഒരാൾ ലോറിയിലൂടെയുമാണ് അനധികൃതമായി UK എത്തിയത്. UK അസൈലം ക്ലെയിം ചെയ്തുകൊണ്ട് ഇറാനു വേണ്ടി UK പ്രവർത്തിക്കുന്ന ഇവരുടെ പ്രവർത്തനങ്ങൾക്ക് ഇറാൻ മറുപടി നൽകേണ്ടി വരുമെന്ന് വിദേശകാര്യ സെക്രട്ടറി വെറ്റ് കൂപ്പർ പറഞ്ഞു. ഇവരെ കൂടാതെ മാഞ്ചസ്റ്റർ ഏരിയയിൽ നിന്ന് 5 ഇറാനിയൻ പൗരന്മാരെയും തീവ്രവാദ വിരുദ്ധ അന്വേഷണത്തിന്റെ ഭാഗമായി മാഞ്ചസ്റ്റർ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അവരുടെ പ്രോസിക്യൂഷൻ തുടങ്ങാനിരിക്കുന്നതേയുള്ളൂ. UK വീടുകളിൽ തീപിടുത്ത കേസുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ വെയിൽസിൽ നിന്ന് വരുന്ന ഒരു വാർത്തയാണ് അടുത്തത്. ബൈക്കുകൾ, സ്കൂട്ടറുകൾ, മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പുകൾ, വേപ്പ് തുടങ്ങിയവ ചാർജ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ലിഥിയം അയൺ ബാറ്ററികൾ തീപിടുത്തത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നതായി വെൽഷ് ഫയർ ആൻഡ് റെസ്ക്യൂ ടീം പറയുന്നു. 2020-25 കാലയളവിൽ ലിഥിയം ബാറ്ററികൾ മൂലമുണ്ടായ 136 തീപിടുത്ത കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതെന്ന് ഫയർ ആൻഡ് സേഫ്റ്റി ടീം പറയുന്നു. സ്കൂട്ടറുകളുടെയും ബൈക്കിന്റെയും ബാറ്ററിയുടെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് സർക്കാർ കർശനമായ നിയമങ്ങൾ കൊണ്ടുവരണമെന്ന് ചാരിറ്റി സംഘടനയായ ഇലക്ട്രിക്കൽ സേഫ്റ്റി ഫസ്റ്റ് സംഘടനയുടെ വക്താക്കൾ പറഞ്ഞു. യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ഹോളിഡേക്ക് പറക്കുന്ന ബ്രിട്ടീഷ് ഫാമിലികൾക്കുള്ള ഒരു സന്തോഷ വാർത്തയാണ് അടുത്തത്. യൂറോപ്പിലെ എയർപോർട്ടുകളിൽ ലാൻഡ് ചെയ്തതിനു ശേഷം വിസ സ്റ്റാമ്പ് ചെയ്യുന്നതിന് വേണ്ടി മണിക്കൂറുകളോളം കാത്തു നിൽക്കണം എന്നുള്ള ബ്രിട്ടീഷുകാരുടെ പ്രശ്നത്തിന് പരിഹാരമാകാൻ പോകുകയാണ്. ഗാർഡിയൻ ദിനപത്രപ്രകാരം തിങ്കളാഴ്ച നടക്കുന്ന UK യൂറോപ്യൻ യൂണിയൻ സമ്മിറ്റിൽ ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകുമെന്നാണ്. യൂറോപ്പ് പൗരന്മാർക്ക് ബ്രിട്ടീഷ് എയർപോർട്ടുകളിൽ ഗേറ്റ് വഴി പെട്ടെന്ന് തന്നെ പുറത്തേക്ക് കടക്കാൻ സാധിക്കുമ്പോൾ യൂറോപ്പിലെത്തുന്ന ബ്രിട്ടീഷ് പാസ്പോർട്ട് ഹോൾഡേഴ്സിന് മണിക്കൂറുകളോളം കാത്തുനിന്ന് അവരുടെ പാസ്പോർട്ടിൽ സ്റ്റാമ്പ് കിട്ടിയതിന് ശേഷം മാത്രമേ പുറത്തു കടക്കാൻ കഴിയുകയുള്ളൂ. എന്നാൽ എഗ്രിമെന്റ് നിലവിൽ വന്നാൽ ബ്രിട്ടീഷ് യാത്രികർക്ക് ഈ പ്രശ്നത്തിൽ നിന്ന് പരിഹാരമാകും. 2025 UK അതിസമ്പന്നരുടെ ദ ടൈംസ് റിച്ച് ലിസ്റ്റ് ഇന്ന് പുറത്തു വന്നു. അതിസമ്പന്നരായ 350 പേരുടെ പേരാണ് ഈ ലിസ്റ്റിലുള്ളത്. കഴിഞ്ഞ വർഷം 165 ബില്യനേഴ്സ് ഉണ്ടായ UK ഈ വർഷം 156 ബില്യനേഴ്സാണുള്ളത്. 350 പേരടങ്ങുന്ന ഈ ലിസ്റ്റിൽ ആദ്യത്തെ 156 പേർ ബില്യനേഴ്സും ബാക്കിയുള്ളവർ മില്യനേഴ്സുമാണ്. സമ്പന്നരുടെ ടോപ്പ് 10 ലിസ്റ്റിൽ 2 ഇന്ത്യൻ വംശജരാണുള്ളത്. കഴിഞ്ഞ 4 വർഷങ്ങളായി ഹിന്ദുജ ഗ്രൂപ്പാണ് UK ഏറ്റവും വലിയ അതിസമ്പന്നർ. 35.3 ബില്യൺ പൗണ്ട്സ് ആണ് ഇവരുടെ ആസ്തി. ബാങ്കിംഗ്, ഫിനാൻസ്, മീഡിയ, എന്റർടൈൻമെന്റ്, എനർജി എന്നീ മേഖലകൾ കൈയാളുന്ന ഹിന്ദുജ ഗ്രൂപ്പിന്റെ അണ്ടറിൽ ഏകദേശം 2 ലക്ഷത്തോളം ആളുകളാണ് ജോലി ചെയ്യുന്നത്. 15.44 ബില്യൺ പൗണ്ട് ആസ്തിയുള്ള ലക്ഷ്മി മിത്തൽ ആൻഡ് ഫാമിലിയാണ് UK 8ാമത്തെ ഏറ്റവും വലിയ അതിസമ്പന്നർ. യൂറോപ്പ്, നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക എന്നിവിടങ്ങളിലെ ഏറ്റവും വലിയ സ്റ്റീൽ ഉൽപ്പാദകരാണ് മിത്തൽ ഗ്രൂപ്പ്. 640 കോടി വീതം ആസ്തിയുള്ള ചാൾസ് രാജാവും മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയും ഇന്ത്യൻ വംശജമായ ഋഷി സുനകും 288ാം സ്ഥാനത്താണ്. ലോകപ്രശസ്ത ഫുട്ബോൾ ക്ലബ്ബായ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പാർട്ട് ഓണറായ സർ ജിം റാഡ്ക്ലിഫാണ് ഈ വർഷത്തെ റാങ്കിങ്ങിൽ ഏറ്റവും അധികം അടികിട്ടിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഓണർഷിപ്പ് ഏറ്റെടുത്ത ജിം റാഡ്ക്ലിഫിന് 6.5 ബില്യൺ പൗണ്ട്സാണ് ഈ വർഷം നഷ്ടമായത്. കഴിഞ്ഞ വർഷം 3ാം സ്ഥാനത്തായിരുന്ന റാഡ്ക്ലിഫ് ഈ വർഷം 7ാം സ്ഥാനത്താണ്.
കൂടുതൽ UK, USA, യൂറോപ്യൻ വാർത്തകൾക്കായി ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക.